മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ചീനിക്കുഴിയിലെ ഫൈസലിൻ്റെയും കുടുംബത്തിൻ്റെയും. സ്വന്തം പിതാവ് തന്നെയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. 9ഉം 11ഉം വയസ്സുള്ള തൻ്റെ പേരക്കുട്ടികളെ അടക്കം ഹമീദ് ജീവനോടെ കത്തിക്കുകയായിരുന്നു. മാർച്ച് 19 ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. ആലിയകുന്നേൽ ഫൈസൽ മുഹമ്മദ്, ഭാര്യ ഷീബ, മക്കളായ മെഹറിൻ, അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്വത്ത് തർക്കമായിരുന്നു കൊലപാതകത്തിനുള്ള കാരണം. ഫൈസലും കുടുംബവും ഉറങ്ങിക്കിടന്നിരുന്ന മുറി പുറമേ നിന്ന് പൂട്ടുകയാണ് ഹമീദ് ആദ്യം ചെയ്തത്. അതിനുശേഷം പെട്രോൾ നിറച്ച കുപ്പി തിരിയിട്ട് കത്തിച്ച ശേഷം ഹമീദ് ഇവരുടെ മുറിയിലേക്ക് എറിഞ്ഞു. അയൽവാസിയായ രാഹുലിന്റെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. കൊല്ലപ്പെട്ട പെൺകുട്ടികൾ വീടിന് തീപിടിച്ചതിന് പിന്നാലെ സഹായത്തിനായി വിളിച്ചത് അയൽവാസിയായ രാഹുലിനെയായിരുന്നു. രാഹുൽ ഫൈസലിന്റെ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്നത് പ്രതിയായ ഹമീദ് പെട്രോൾ നിറച്ച കുപ്പികൾ വീടിനകത്തേക്ക് എറിയുന്നതാണ്. ഈ മൊഴി പ്രതിക്കെതിരായ കുറ്റം സ്ഥാപിക്കാൻ കോടതിയിൽ പ്രോസിക്യൂഷനെ സഹായിച്ചു. ഞാനന്ന് രാത്രിയിൽ സാധാരണ നോർമലായിട്ട് കിടന്നുറങ്ങും പോലെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഒരു 12:30 കഴിഞ്ഞ് 12:35 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെന്നെ ഫോൺ വിളിച്ചു. പെട്ടെന്ന് ഫോൺ വരുവാണ് അത്. അപ്പോൾ ഞാൻ അസ്നയും മെഹറും കൂടെയാണ് വിളിക്കുന്നത്. രാവിലെട്ടായി ഓടി വാ, വീടിനകത്ത് തീ ഇട്ടു എന്നാണ് പറഞ്ഞത് വല്യപ്പ. ഞാനപ്പോഴത്തേക്കും വൈഫിനെ വിളിച്ചെണീപ്പിച്ച് അമ്മയോടും വൈഫിനോടും അങ്ങോട്ടും ഇങ്ങോട്ടും, വഴിക്ക് അപ്പുറത്തോട്ട് അമ്മയോടും വഴിക്കിപ്പുറത്തെ വസ്തുത്തോട്ട് മമ്മിയോടും വൈഫിനോടും ഓടാൻ പറഞ്ഞു. ഓടിക്കഴിഞ്ഞ് അവർ ആൾക്കാരെ വിളിക്കാൻ ചെന്ന് ഞാൻ ഫ്രണ്ട് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുമായിരുന്നു. ആ വാതിൽ ഞാൻ തുറന്നു. അപ്പോൾ ഷിവിച്ചേട്ടയുടെ ഞാൻ പറഞ്ഞു, ഷിവിച്ചേട്ടായി ഞാൻ വന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ ഓക്കെ എന്ന് പറഞ്ഞ വെപ്രാളം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അകത്തോട്ടെന്ന മുണ്ട് മടക്കി കുത്തി ഓടി കയറാൻ ശ്രമിക്കാൻ നോക്കുമ്പോഴാണ് ഈ വല്യപ്പ വീണ്ടും പുറകിൽ നിന്ന് വന്ന് പെട്രോള് കുപ്പിയിൽ വെച്ചെറിയുന്നത്. അതെൻ്റെ തലയ്ക്ക് സൈഡിൽ കൂടെ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വല്യപ്പനെ തള്ളി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് അകത്ത് ബാത്റൂം, അപ്പോഴത്തേക്കും ഉള്ളിൽ തീയായി. മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന ശേഷം പ്രതിയായ ഹമീദ് ആദ്യം വിളിക്കുന്നത് തൻ്റെ സഹോദരനെയാണ്. സഹോദരൻ്റെ ഭാര്യയാണ് ഫോൺ എടുക്കുന്നത്. താൻ ഈ കൃത്യം നിർവഹിച്ചു എന്ന് അവരോട് ഹമീദ് പറയുന്നു. ഇത് ആ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. ശാസ്ത്രീയ പരിശോധനയിലൂടെ ഈ ശബ്ദം ഹമീദിൻ്റേത് തന്നെയാണെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ചീനിക്കുഴി കേസിലെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അത് IPC 436, 302 വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടു. ശിക്ഷയെപ്പറ്റി ഇന്ന് വാദം കേട്ടു. പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് വാദം പറഞ്ഞിട്ടുണ്ട്. പ്രതിയുടെ പ്രായം ഒഴിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വധശിക്ഷ കൊടുക്കാൻ പര്യാപ്തമായ ഘടകങ്ങളാണ്. മകനും ഭാര്യയും പേരക്കുട്ടികളും ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് പ്രതി ഉറപ്പിച്ചിരുന്നു. ഇതിനായി ഇവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി, ജലവിതരണ സംവിധാനങ്ങൾ എല്ലാം വിച്ഛേദിച്ചു. സംഭവം നടന്ന 1 മണിക്കൂറിനകം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നതിൽ പോലീസിനും അഭിമാനിക്കാം. വിചാരണയ്ക്കിടയിൽ ഹമീദിന്റെ ബന്ധുവായ ഒരു പ്രോസിക്യൂഷൻ സാക്ഷി കൂറുമാറി. കോടതി കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് ഹമീദ് അത് കേട്ടുനിന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആദ്യഘട്ടത്തിൽ ചോദിച്ചു. എന്നാൽ ഒന്നും പറയാനില്ലെന്നായിരുന്നു ആദ്യ പ്രതികരണം. പിന്നീട് ഹമീദ് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ജയിലിലെ അസൗകര്യങ്ങളെക്കുറിച്ചും കോടതിയെ അറിയിച്ചു. പ്രായം പരിഗണിക്കാതെ ഹമീദിന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പ്രായം പരിഗണിച്ച് ഹമീദിന് ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടു. കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് മറ്റന്നാൾ അറിയാം. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.